സെക്കൻഡ് ബ്ലോക്കിലെ ഫോർത്ത് യൂണിറ്റാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓർഗനൈസേഷൻ ഓഫ് പെസൻസ് ആൻഡ് വർക്കേഴ്സ്, അതായത് കർഷകരുടെയും തൊഴിലാളികളുടെയൊക്കെ ഒരു സംഘടന. 19-ാം നൂറ്റാണ്ടൊക്കെ ആയ സമയത്ത് തന്നെ കർഷകരുടെ ഒരു സ്ഥാനം ഇന്ത്യയിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവർ തന്നെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അന്നത്തേക്ക് ഇന്ത്യ മെയിനായിട്ട് ജീവിക്കുന്നത് ഒരു കാർഷിക രാജ്യമായിക്കൊണ്ടാണല്ലോ. ഇപ്പോഴും നമ്മൾ അറിയപ്പെടുന്നത് ഇന്ത്യ ഈസ് അഗ്രേറിയൻ കൺട്രി എന്ന് തന്നെയാണെങ്കിലും നമ്മളെ നാട്ടിൽ അന്നത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യവസായങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ തികച്ചും ഒരു കാർഷിക രാജ്യം തന്നെയായിരുന്നു. എന്നിട്ട് പോലും ആളുകൾക്ക് അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന സർക്കാരിനൊക്കെ കർഷകരോട് ഒരു തരത്തിലുള്ള അടിച്ചമർത്തലും കാര്യങ്ങളൊക്കെയാണ് നേരിട്ട് കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കർഷകർക്കൊക്കെ അതൊരു വലിയ രീതിയിൽ തന്നെ സങ്കടപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. പിന്നീട് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കമായപ്പോഴേക്കാണ് കർഷകർക്ക് അവരുടേതായിട്ടുള്ള അധികാരമൊക്കെ ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യക്കാരുടെ മനസ്സിലൊക്കെ ആ സമയത്ത് ദേശീയത, സോഷ്യലിസം ഇങ്ങനെയുള്ള പല ഐഡിയോളജിയും കാര്യങ്ങളൊക്കെ വന്നതോടെ കൂടെ തന്നെ കർഷകർക്കും തൊഴിലാളികൾക്കൊക്കെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടാനുള്ളൊരു ശക്തിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തൊഴിലാളികളുടെയും അതേപോലെ തന്നെ കർഷകരുടെയും ഒരു സംഘടന സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പുതിയൊരു ഘട്ടം തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ട്. കൊളോണിയൽ ഭരണാധികാരികളിൽ നിന്ന് സ്വരാജ് നേടുന്നതിന് മാത്രമായിരുന്നില്ല, കർഷകരുടെയും തൊഴിലാളികളുടെയൊക്കെ ചൂഷണങ്ങളിൽ നിന്ന്, അതായത് അവരുടെയൊക്കെ ഒരുപാട് കാലത്ത് ചൂഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ നാട്ടിൽ. അവരെയൊക്കെ ചൂഷണങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കാൻ അല്ലെങ്കിൽ സംരക്ഷിക്കാം എന്നുള്ളൊരു രീതിയിൽ കൂടെയാണ് അവരൊക്കെ ഈ പോരാട്ടത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാല സമയത്ത് തന്നെ ഇന്ത്യയിലെ തൊഴിലാളി വർഗ്ഗങ്ങളും കർഷകരൊക്കെ പ്രക്ഷോഭങ്ങളിലൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. ബോംബെ, കൽക്കട്ട, അഹമ്മദാബാദ്, സൂറത്ത്, മദ്രാസ് അങ്ങനെ പല തരത്തിലുള്ള വ്യവസായ സ്ഥാപനങ്ങളിലൊക്കെ ഒരുപാട് പ്രക്ഷോഭങ്ങളും പണിമുടക്കുകളും സമരങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്.